നമ്മൾ സോയിൽ പൊല്യൂഷന്റെ ഇനി എഫക്ട് ഓൺ എൻവയോൺമെന്റ് നോക്കുന്നത് ഈ ഒരു ക്ലാസ്സിന്റെ അകത്ത്. സോയിൽ പൊല്യൂഷൻ കാരണം മൊത്തത്തിൽ എൻവയോൺമെന്റിലെ ഓരോരോ ഏരിയയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് നമ്മളെ ഹെഡിങ് വരുന്നത് എഫക്ട് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എൻവയോൺമെന്റ് ആണ്. അപ്പൊ എൻവയോൺമെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും പിന്നെ നമ്മളുടെ മെറ്റീരിയൽസ് പ്രോപ്പർട്ടീസിനൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ എഫക്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ സാധനം ഈ സോയിൽ പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഹ്യൂമൻ ആൻഡ് പ്ലാന്റിന്റെ ഹെൽത്തിന് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലാന്റിന്റെ അതിന്റെ ഹെൽത്തിനെ ഇത് അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറഞ്ഞിട്ടൊരു 3 പോയിന്റ് നോക്കാം. ഈ സാധനം എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നിക്കലും ഡയറക്റ്റ്ലി ആയിരിക്കും. ഇപ്പൊ മനുഷ്യന്മാരുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് ഈ സോയിൽ പൊല്യൂഷൻ കാരണം ഡയറക്റ്റ്ലി ആയിരിക്കില്ല എഫക്റ്റ് വരുന്നത്. കാരണം നമ്മൾ ഈ ചെടികളാണ് മെയിനായിട്ട് സോയിലുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ആൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെടികളിലുണ്ടായ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിലിൽ വളർന്ന ചെടികളിൽ കിട്ടുന്ന അതിൻ്റെ അകത്തുള്ള എന്താണോ ഉൽപ്പന്നം, നമ്മളെ ഫ്രൂട്ട്സ് ആയാലും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയാലും ഏത് സാധനമായാലും അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നോ അത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്, അല്ലെ, കഴിക്കുന്ന സമയത്തൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് എന്ന് പറയുന്നത് എയ്തർ ഡയറക്റ്റ് ആയിരിക്കും ഓർ ഇൻഡയറക്റ്റ് ആയിരിക്കും. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിരിക്കും. ചെടികൾക്ക് അത് ഡയറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് മെയിനായിട്ട്. ഈ സോയിൽ പൊല്യൂഷൻ കാരണം ഉള്ള എഫക്ട്സ് എന്ന് വെച്ചാൽ ചെടികളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് അത് സോയിലിൻ്റെ അകത്തുനിന്ന് അവരുടെ ഉള്ളിലേക്ക് കയറി കഴിയുന്നത്. മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിലിൽ വളർന്ന ചെടികളിൽ നിന്നും ഉള്ള അതിൻ്റെ ഇലയോ അല്ലെ കായ് വർഗ്ഗങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ നിന്നായിരിക്കും എഫക്റ്റ് വരിക. സോ ഈ ഒരു സാധനം മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനെ കൊണ്ടാണ് ഏത് ഇൻഡയറക്റ്റ് എഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളതിനെ കൺസ്യൂം ചെയ്യുന്ന വെച്ചാൽ നമ്മളതിനെ ഉപയോഗിക്കല് കഴിക്കുക, ആ ഒരു അർത്ഥത്തിലാണ് വരുന്നത്. കൺസ്യൂം ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഇതിന്റെ എഫക്റ്റ് മെയിനായിട്ട് വരിക. നമുക്ക് ഓരോരോ സബ് ഡിവിഷൻ ആയിട്ട് എടുത്ത് നോക്കാം, ഓരോരോ ഭാഗത്തായിട്ട് എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് വരുന്നത് എന്നുള്ളത്. നമുക്ക് ഹെൽത്തിന്റെ കാര്യം എടുത്ത് നോക്കാം. ഇപ്പൊ ഹെൽത്തിന്റെ ഇഷ്യൂസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 70% കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിൽ ആണെന്ന് വിചാരിക്കാം. പകുതി ശതമാനമല്ല, 50% അല്ല, 70% എബോവ് പൊല്യൂട്ടഡ് സോയിൽ ആണെങ്കിൽ അതിൽ നിന്നുണ്ടായ ചെടികളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അല്ലെ അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത ഉള്ളതാണ്. സോ അത് കാർസിനോജെനിക് ആയിരിക്കും ആ ഒരു സോയിൽ എന്ന് പറയുന്നത്. കാർസിനോജെനിക് നേച്ചർ ആയിരിക്കും ആ സോയിലിന് ഉണ്ടാകുക. അങ്ങനെയാണ് നമ്മളെ ഹെൽത്തിൻ്റെ അകത്തുള്ള ഒരു എഫക്റ്റ് വരുന്നത്. അപ്പൊ 70% എബോവ് പൊല്യൂട്ടഡ് സോയിൽ ആണെങ്കിൽ ആ ഒരു സോയിൽ എന്ന് പറയുന്നത് എന്തായാലും കാർസിനോജെനിക് സോയിൽ ആയിരിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ബെൻസീൻ അല്ലെങ്കിൽ പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽ, ബെൻസീൻ ഓർ പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽ, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈലിനെ PCB എന്നാണ് വിളിപ്പിക്കുക. PCB അടങ്ങിയിട്ടുള്ള സോയിൽ ആണെങ്കിൽ നമുക്ക് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടാ. ഇഷ്യൂസ് ആണ് മെയിനായിട്ട് അങ്ങനെ ഒരു സാധനം കഴിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നത്. സോ നമ്മളെ
നമുക്ക് രണ്ട് പൊല്യൂട്ടന്റിന്റെ പേരും ഇതിലോട്ട് തന്നെ കിട്ടി. സോയിൽ പൊല്യൂഷൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഇതുവരെയായിട്ട് നോക്കാത്തൊരു പൊല്യൂട്ടന്റ് ആയിരുന്നു ബെൻസീൻ എന്ന് പറയുന്നത്, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോയിൽ പൊല്യൂഷന്റെ കേസിൽ ഈ രണ്ട് പൊല്യൂട്ടന്റിന്റെ പേരൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വീശി കൊടുക്കുക, സോയിൽ പൊല്യൂഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സോയിൽ പൊല്യൂഷൻ കാരണം നമ്മൾക്ക് അറിയാം, ഈ മോശപ്പെട്ട സോയിലാണ് നമ്മൾ പണിയെടുക്കുന്നതെങ്കിൽ വിചാരിക്കാം, ഈ പാടത്തും പറമ്പത്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് സ്കിൻ ഡിസീസസ്, നമുക്ക് ചൊറിച്ചലും കാര്യങ്ങളൊക്കെ വരുമല്ലോ. സോ സ്കിൻ ഡിസീസസ് ഉണ്ടാവും. സ്കിൻ ഡിസീസസ് മാത്രമല്ല, നമുക്ക് മസിൽസിന്റെ ഗ്രോത്തിനെ അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ മസിൽസിന്റെ ഗ്രോത്ത് എഫക്ട് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മളെ നെർവസ് സിസ്റ്റത്തിന്റെ അകത്ത് വരുന്നത്, നമ്മൾ ഇത് മര്യാദക്ക് കഴുകാണ്ടൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ ഇത് പാടത്ത് പണിയെടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നെങ്കിൽ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ ഇത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് അസുഖത്തിന്റെ പേരൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. എന്തൊക്കെയാണ് സാധാരണ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മനുഷ്യന്മാരുടെ ശരീരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. മനുഷ്യന്മാരുടെ മാത്രമല്ല, നമ്മൾ ഈ ചെടികൾ ഭക്ഷിക്കുന്ന സമയത്തായാലും, ചെടികളെ മാത്രമല്ല, നമ്മളെ ഈ ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും മട്ടണും ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. സോ അതിനെയൊക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ആണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മെയിനായിട്ട് നമ്മളെ ഹ്യൂമണിനെ എഫക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വരുന്ന സാധനമാണ് അക്യൂട്ട് ഇൽനെസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വയ്യായിക, ഇൽനെസ് ആയിരിക്കും ഇതിന്റെ ലാസ്റ്റ് എഫക്ട് എന്ന് പറയുന്നത്, എൻ്റെ പ്രീമെച്വർ ഡെത്ത്. സാധാരണ മരിക്കേണ്ട സമയത്തല്ലാണ്ട് അതിനെക്കാട്ടി മുമ്പിട്ട് മരിച്ചു പോകും, നമ്മളെ ജീവിത കാലാവധി പെട്ടെന്ന് തീരുക. ഇതൊക്കെയാണ് പ്രീമെച്വർ ഡെത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്രയാണ് ഹ്യൂമൻ ബീയിങ്സിന്റെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് വെക്കുക, 70%-നെക്കാട്ടും കൂടുതൽ പൊല്യൂട്ടഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് കാർസിനോജനിക് നേച്ചർ ആയിരിക്കും. പിന്നെ പറയുന്നത് ബെൻസീൻ അല്ലെങ്കിൽ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ എന്നുള്ള വസ്തു അടങ്ങിയിട്ടുള്ള മണ്ണാണെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഈ ചെടികളുടെ അകത്തുനിന്ന് ഇത് വലിച്ചെടുത്തിട്ട് നമ്മൾ ആ ചെടികളിൽ ഉണ്ടായ സാധനം കഴിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഈ കോഴിയും ചിക്കനും ബീഫും മട്ടണൊക്കെ കൂടി അതിനെ നമ്മൾ കഴിക്കാനുണ്ട്. അവർ ഇത് കഴിച്ചിട്ട് അവരുടെ മീറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ സമയത്തൊക്കെ നമുക്ക് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ പറയുന്നത് വെച്ചാൽ സ്കിൻ ഡിസീസസ് മസിൽസിന്റെ ഗ്രോത്തിനെ അത് എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാൻ സാധ്യതകളുണ്ട്. പിന്നെ പറയുന്നത് വെച്ചാൽ അക്യൂട്ട് ഇൽനെസ് ആൻഡ് പ്രീമിച്വർ ഡെത്ത് ആണ്. സോ ഇൽനെസ്സും ഡെത്തും വരാൻ സാധ്യതകൾ കൂടുതലാണ്. പ്രീമെച്വർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മെച്യൂർ ആവാണ്ട് മരിച്ചു പോവാ എന്നുള്ളൊരു അർത്ഥം. ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്ന ഒരു പരിപാടിയുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇത് നമ്മളെ ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ എക്കണോമിക് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് ഈ എക്കണോമിക് ഇഷ്യൂസ് വരുന്നത് നോക്കാം. എക്കണോമിക് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്ന വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിൽസിൽ, നമ്മുടെ ഒരു പാടത്താണ് ഈ പ്രശ്നം എന്ന് വിചാരിക്കും. നമുക്കൊരു വലിയ പാടമുണ്ട്, ആ പാടത്ത് നമ്മളെ അമിതമായിട്ട് പെസ്റ്റിസൈഡും ഈ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് അത് പൊല്യൂട്ടഡ് ആയെന്ന് കരുതുക. പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആ പറ്റാത്ത സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ വെച്ചിട്ട് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയോ, അങ്ങനെ ആ ഒരു ഫുൾ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വേസ്റ്റ് ആയിട്ട് കിടക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്കണോമിക് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ ആ സോയിൽ നമുക്കറിയാം, ഈ നമ്മളുടെ വീട്ടിന്റെ ചുറ്റിലോ വേറെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഈ ഇതേപോലെ അനാഥപ്പെട്ട സ്ഥലങ്ങളുണ്ടാവും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടുപോയി വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി തള്ളിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പിന്നെ ആ ഭാഗത്തേക്ക് ആരും നോക്കാണ്ടാവും. അവിടുത്തെ കോർപ്പറേഷൻകാർ വരെ പിന്നെ ആ സ്ഥലം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാവും. ഒരു ലിമിറ്റ് കൂടുതൽ പൊല്യൂഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്കും ആ വീട്ടിന്റെ ഉടമസ്ഥൻ ആരാണോ അവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള കുറെ ലോസസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന അസുഖങ്ങൾ വരുന്നതെന്ന് വെച്ചു.
അപ്പോൾ ഈ അസുഖങ്ങൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ഒരുപാട് മെഡിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചിലവ് കൊടുക്കേണ്ടി വരും. ഹോസ്പിറ്റൽ കേസസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കുറേ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. സോ ഈ സോയിൽ പൊല്യൂഷന്റെ നെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഇഷ്യൂസ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ ഈ എക്കണോമിക് ഇഷ്യൂസ്, നമുക്ക് ഈ മണ്ണ് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൊല്യൂഷനും മാത്രമല്ല, അതിന്റെ ഹെവി മെറ്റൽസിന്റെ, ഇത് നമ്മളെ മൈൻഡിൽ ഓടാത്തതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് മാത്രം പറഞ്ഞത്. ഹെവി മെറ്റൽസിന്റെ കണ്ടന്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടന്റ് വരുന്നത് എപ്പോഴാണ്? നമ്മൾ മൈനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെ, മൈനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഓറൊക്കെ കണ്ടുപിടിക്കുക, അയൺ ഓറോ അല്ലെങ്കിൽ ലെഡിന്റെ ഓറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വർണം കുഴിച്ചെടുക്കുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ഈ മെറ്റൽസിന്റെ കണ്ടന്റ് ലാസ്റ്റ് ഭൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് നമ്മൾ ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണിലേക്ക് വന്ന് നിൽക്കുക. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഈ പറഞ്ഞ ലെഡ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പോയിസണസ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അതുകൊണ്ടാണ് ഈ ഹെവി മെറ്റൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അറിയാം, ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു റൂളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കല്ല് കോറിയൊക്കെ ഉണ്ടല്ലോ, കോറിയൊക്കെ ഇതാക്കുന്ന സമയത്ത് ആ സ്ഥലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് അതിനെ തിരിച്ച് മണ്ണ് വെച്ചിട്ട് മൂടി വെക്കണം എന്ന് പറഞ്ഞിട്ട്, നമ്മളവിടുത്തെ ഇപ്പം പാറയായാലും അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ വീട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കല്ലൊക്കെ ഉണ്ട്. ആ കല്ലൊക്കെ എടുക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ കോറികൾ, അവിടുത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇനി അവിടെ നിന്ന് ഒന്നും എടുക്കാനില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയും ഭാഗം ആരാണോ ഇതിന്റെ കോൺട്രാക്ട് എടുത്തത് അവർ തന്നെ ഇത് മൂടിയിട്ട് കറക്റ്റ് ഗ്രൗണ്ട് ലെവൽ വലിപ്പത്തിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും ഇപ്പൊ ചെയ്യാറൊന്നുമില്ല. അങ്ങനെ ഒരു റൂളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് പെർമിഷൻ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കാരണം ഇതാണ്, ഈ ഹെവി മെറ്റൽസ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. ആ ഹെവി മെറ്റൽസ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഹെവി മെറ്റൽസ് ഡയറക്റ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മളുടെ സാധാരണ മണ്ണിലേക്ക്, മോൾ ഭാഗത്തുള്ള മണ്ണിലേക്ക്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് ആ മണ്ണ് വേറെ എന്തെങ്കിലും സ്ഥലത്തുനിന്ന് മണ്ണെടുത്ത് വന്നിട്ട് മൂടി വെക്കണം എന്ന് പറയും. നമുക്ക് അങ്ങനെയാണ് ഇപ്പൊ മിക്കവാറും സ്ഥലത്തൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ വീട്ടിന്റെ ഒക്കെ പണി എടുക്കുന്ന സമയത്ത് പൊളിച്ച വേസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ഇവർ ഈ ലോറിയിലാക്കിയിട്ട് ഇങ്ങനത്തെ സ്ഥലത്താണ് കൊണ്ടുപോയി വെക്കുക. അതിട്ട് നമ്മുടെ പൈസയൊക്കെ വാങ്ങിക്കും. എന്നാലും അവർ കൊണ്ടുപോകുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. മിക്കവാറും ആൾക്കാർ കൊണ്ടുപോകുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ അത് കണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. കാരണം അതിനൊക്കെ പൈസ കൊടുക്കണം. തിരിച്ചു കൊണ്ടുപോയി ഇടുന്നതിനാലും അവർക്ക് കുറെ ചെലവുകൾ. ഓക്കെ, അത്രയാണ് നമ്മളുടെ എക്കണോമിക് ഇഷ്യൂസ് വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് അറിയുന്ന സാധനം തന്നെ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന വെച്ചാൽ എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ എന്ന് പറയാം. സോയിൽ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എയറും വാട്ടറും കണ്ടാമിനേറ്റഡ് ആകും. എങ്ങനെയൊക്കെയാണ് എയറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത്, അല്ലെ ഫെർട്ടിലൈസേഴ്സ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എയറിൽ വന്നിട്ട് നിൽക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ എയറിൽ വന്ന് തങ്ങി നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്തോ മെയിനായിട്ട് ഈ വോളാറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ വോളാറ്റൈൽ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എയറിൽ വന്ന് എയറിന്റെ നമ്മളെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഓക്സിജനും നൈട്രോജനും ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മളെ എയർ എന്ന് പറയുന്നത്. ആ കോമ്പോസിഷന്റെ ഉള്ളിലേക്ക് ഇങ്ങനത്തെ പെസ്റ്റിസൈഡ്സും കൂടി വന്ന് നിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. നമുക്കറിയാം, കൊതുകുതിരിയൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല്ല് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ, കൊതുകുതിരിന്റെ ഒക്കെ മണം. നമ്മൾ സ്പ്രേ അടിച്ചാൽ തന്നെ നമുക്ക് ആ സ്പ്രേന്റെ മണം നമ്മളെ റൂമിലൊക്കെ ഉണ്ടാവും. ഈ സ്പ്രേ അല്ലെ കൊതുകുതിരി എന്നൊക്കെ പറയുന്നത് വോളാറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. എയറുമായിട്ട് അത് പെട്ടെന്ന് മിക്സ് ആവും. വോളാറ്റിലിറ്റി കൂടുതലുള്ളതും നമ്മളെ പെട്രോളും ഒക്കെ. അപ്പൊ പെട്രോളും ഗ്യാസൊക്കെ ലീക്ക് ആകുന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അങ്ങനത്തെ വോളാറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്
എയർ പൊല്യൂഷന് മെയിനായിട്ട് കാരണമാകുന്നത്. എയർ പൊല്യൂഷന്റെ കാരണം ഈ വോളാറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. ഇനി അതല്ലാണ്ട് സാധാരണ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൗണ്ട്സ് ആണെന്ന് വിചാരിക്കാം. ഹെവി കോമ്പൗണ്ട്സ് ആകുമ്പോൾ അത് നമ്മളുടെ മണ്ണിന്റെ അകത്ത് തന്നെ കിടക്കും. ആ കിടക്കുന്ന മണ്ണ് നമ്മളുടെ ഈ വാട്ടർ റൺ ഓഫിന്റെ സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, വാട്ടർ റൺ ഓഫ് ഉണ്ടാവും. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വെള്ളം ഒലിച്ചു പോകും. ആ സമയത്ത് ഈ പറഞ്ഞ വേസ്റ്റുകളെയും കൂട്ടിയിട്ടായിരിക്കും പോവുക. അപ്പം നമ്മൾ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ. ആ സമയത്തും ഇതേപോലത്തെ കുറെ എവിടെ നിന്നൊക്കെല്ലോ വന്ന കുറെ പ്ലാസ്റ്റിക്കും കവറും വേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പ് കൂടെയുള്ള ഡ്രെയിനേജ് കൂടെ ഒഴുകിപ്പോയത്. അതിനെയാണ് ഈ വാട്ടർ റൺ ഓഫ് എന്ന് പറയുന്നത്. ഈ പോകുന്ന വെള്ളം മൊത്തം നമ്മളുടെ വാട്ടർ ബോഡീസിലായിരിക്കും വന്ന് നിൽക്കുക. അപ്പൊ നമ്മളെ ലേക്സും റിവറും അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ആയിരിക്കും പോയി വന്ന് ലാസ്റ്റ് അടിയുക. ആ അടിയുന്ന സമയത്ത് അവിടെ നിന്ന് ഈ വെള്ളമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ചിലപ്പം ഈ വെള്ളം കുടിച്ച് ജീവിക്കുന്ന കുറെ മൃഗങ്ങൾ ഉണ്ടാവും. അപ്പം അല്ലെ, അല്ലാണ്ട് നമ്മൾ എല്ലാ മൃഗങ്ങൾക്കും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ മൃഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഇതിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതകൾ ഉണ്ട്. അതാണ് എയർ ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ അല്ലെ പൊല്യൂഷൻ്റെ അത് വരുന്നത്. എന്തുകൊണ്ടാണ് സോയിൽ പൊല്യൂഷൻ എങ്ങനെയാണ് എയറിനെയും വാട്ടറിനെയും എഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത് എഫക്ട് ഓൺ പ്ലാന്റ്സ് ആണ്. ഓൾറെഡി പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്ങനെ പ്ലാന്റ്സിനെ ഇത് എഫക്ട് ചെയ്യുന്നു. പ്ലാന്റ്സ് നമുക്കറിയാം, വേരുകൾ, ചെടീന്റെ വേരുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സോയിലിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. സോയിലുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് കൊണ്ട് അവരുടെ ഫുൾ ടൈം ലൈഫ് സൈക്കിളിൻ്റെ അകത്തും ഈ ചെടീന്റെ വേരുകൾ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പം ഈ ചെടീന്റെ വേരുകളുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് സോയിലിൽ അടങ്ങിയിട്ടുള്ള മിനറൽസും പിന്നെ വാട്ടറും മോയ്സ്ചറും ഒക്കെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ വലിച്ചെടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പൊല്യൂഷൻ ഉള്ള സോയിലാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് പൊല്യൂട്ടൻ്റ് ആണോ നമ്മൾ അവിടെ ഇട്ടിട്ടുള്ളത്, ആ പൊല്യൂട്ടൻറ്റും ഈ ചെടീന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പോകും. അങ്ങനെ ഈ ചെടി എന്തെങ്കിലും പച്ചക്കറിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കായ്ച്ചു തരികയാണെങ്കിൽ ഈ കാരണം ഈ ഫ്രൂട്ട്സിന്റെ അകത്തൊക്കെ ഇതിന്റെ കണ്ടന്റ് അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഹ്യൂമണിനെ ആയാലും ആനിമൽസിനെ ആയാലും ഇങ്ങനെ ഒരു എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഈ ചെടികൾക്കുള്ള എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെയും ബാധിക്കും. പിന്നെ മാത്രമല്ല, ഈ ചെടികളുടെ വളർച്ച നശിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അറിയാലോ, പൊല്യൂഷനുള്ള മണ്ണിൻ്റെ അകത്ത് എന്തായാലും ചെടികളൊന്നും വളരാൻ നിൽക്കില്ല. നമ്മൾ എത്ര കുഴിച്ചിട്ട് കഴിഞ്ഞാലും അത് നശിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ വളർച്ച നശിക്കാനുള്ള സാധ്യതകൾ ചെടികൾക്ക് ഉണ്ട്. ചിലപ്പോൾ ഒരു ക്രോപ്പിന്റെ മൊത്തത്തിലുള്ള സ്പീഷീസ് ഇല്ലാതെ തന്നെ ആവും ഈ നാട്ടിൽ നിന്ന്. ചില സ്ഥലത്ത് മാത്രം വളരുന്ന ചില ചെടികളുണ്ട്. അപ്പോൾ ആ ചെടികളുടെ ആ വളരുന്ന സ്ഥലത്താണ് ഈ പൊല്യൂഷൻ വന്നെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് ആ ചെടികൾ നമ്മളുടെ നാട്ടിൽ കാണപ്പെടാതെയാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതാ, തുമ്പപ്പൂവിനെ പറ്റിയിട്ടും നൊസ്റ്റാൾജിയൊക്കെ ഇറക്കി തന്നത്. അപ്പോൾ അതൊക്കെയാണ് എഫക്ട് ഓൺ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഈ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ചിലപ്പം ചില ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും ആവശ്യമുണ്ടാവും പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ആ ഗ്രോത്ത്, അവരുടെ ബാക്ടീരിയന്റെയും മൈക്രോ ഓർഗാനിസത്തിന്റെയും ഗ്രോത്ത് അവിടെ നശിക്കാനുള്ള സാധ്യതയുണ്ട്. സോ എഫക്ട് ഓൺ പ്ലാന്റ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത് ഒന്നാമത് ഇതൊക്കെയാണ്. നമ്മൾ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഇല്ലാതെയാവുക, റെഡ്യൂസ് ആവുക, അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ സോയിലിൽ അടങ്ങിയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള സോയിലിൻ്റെ അകത്ത് അടങ്ങിയിരിക്കേണ്ട കുറച്ച് ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും ഉണ്ട്. പിന്നെ നമ്മളെ മണ്ണിരയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മണ്ണിരയൊക്കെ നമുക്ക് മണ്ണിലുള്ളത് നല്ലതാണ്. നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മണ്ണിരയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്തത്. പിന്നെ നമ്മളെ ചില പുഴുക്കളൊക്കെ നമ്മളെന്തെങ്കിലും വേസ്റ്റ് ഒക്കെ അവിടെ ഇടുന്നതാണെങ്കിൽ, പച്ചക്കറിൻ്റെയോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളുടെയോ വേസ്റ്റ് ഇടുകയാണെങ്കിൽ അത് മണ്ണിൽ നിന്ന് തന്നെ ഡീകമ്പോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ മണ്ണിര മാത്രമല്ല
ഇതേപോലത്തെ കുറെ ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും ഉണ്ട് നമ്മളുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്, നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും. അതിന് പുറമെ നമ്മുടെ സോയിലിലെ ന്യൂട്രിയൻസ്, സോയിലിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ്, പിന്നെ അല്ലെങ്കിൽ സോയിലിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഇല്ലാതെ ആവാൻ സാധ്യതകളുണ്ട്, ഡിമിനിഷ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ സോയിലിന്റെ ഫെർട്ടിലിറ്റി എന്താവാൻ സാധ്യതയുണ്ട്? ഇല്ലാതാവാനുള്ള സാധ്യതകളുണ്ട്. ഫെർട്ടിലിറ്റി കുറയാനോ അല്ലെങ്കിൽ ഇല്ലാതാവുകയാണോ സാധ്യതകൾ കൂടുതലാണ്. എഫക്റ്റ് ഓൺ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഇല്ലാതെയാവുക, സോയിലിൽ ബാക്ടീരിയ, നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയാസിന്റെ സാധനങ്ങൾ ഇല്ലാതാവുക. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവികൾക്കും പ്രശ്നം ഉണ്ടാവുമല്ലോ. സോ നമുക്ക് പ്ലാന്റിന്റെ ഡിപ്പെൻഡന്റ് ലൈഫ്സ് അത് എന്തുണ്ടാവാൻ സാധ്യത, അതിനെയും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലാന്റിന്റെ കാര്യങ്ങൾ പറയുന്നത്. എഫക്റ്റ് ഓൺ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വെച്ചാൽ ഈ സോയിൽ പൊല്യൂഷൻ ആണ് സോയിലിന്റെ അസിഡിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട്. ആ സോയിലിനെ നമ്മൾ അസിഡിക് നേച്ചർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ പറഞ്ഞ സോയിൽ പൊല്യൂഷൻ കാരണം. നമുക്കറിയാം ആസിഡ് റെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടതായിരിക്കും. ആസിഡ് റെയിൻ ഒക്കെ വരുന്ന സമയത്ത് സോയിലിന്റെ അസിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഈ സോയിലിന്റെ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് വെള്ളം വലിച്ചെടുക്കാനുള്ള പവർ കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ആസിഡ് റെയിൻ ഒക്കെ പെയ്യുന്ന സമയത്ത് മെയിനായിട്ട് വരാന്ന് വെച്ചാൽ പ്ലാന്റ്സിന്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി റെഡ്യൂസ് ആവും, എസിഡിറ്റി കൂടുതലാണ്. ഇത് മാത്രമല്ല, അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ സലൈനിറ്റി ആണ്, എന്ന് വെച്ചാൽ ഉപ്പിന്റെ അംശം കൂടുക എന്നുള്ളത്. അപ്പം ഉപ്പിന്റെ അംശം കൂടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ വാട്ടറിന്റെ ചെടികളുടെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടാൻ സാധ്യതകൾ ഉണ്ട്. അത് മാത്രമല്ല, ഈ സലൈനിറ്റി കൂടുതലുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഹെൽത്ത് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതകളും അതിനകത്ത് കൂടുതൽ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത്. ഓക്കെ, ഒരു 6-7 പോയിന്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പോയിന്റ് വൈസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പമായി. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇതേപോലെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വെറുതെ വാരി വലിച്ച് എഴുതാണ്ട് ഒരേ കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കുറെ പോയിന്റുകളാക്കി മാറ്റിയെടുക്കും. ആദ്യം പറഞ്ഞ വാക്കായിരിക്കണം എന്നില്ല രണ്ടാമത് എഴുതേണ്ടത്. ഞാൻ ആദ്യം ചിലപ്പം അവിടെ കാണിച്ചു തരാം, അവിടെ ഉപയോഗിച്ച 2 വാക്കുകൾ കാണിച്ചു തരാം. ഒന്ന് ഞാൻ പറഞ്ഞത് ഡിമിനിഷ് എന്നാണ്. അതേപോലെ തന്നെ അടുത്തത് ഞാൻ ഉപയോഗിച്ചു ലെസ് എന്നൊക്കെ, പിന്നെ റെഡ്യൂസ് എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഓരോ വാക്കുകൾ, പുതിയ വാക്കുകളൊക്കെ ഇട്ടിട്ട് ഓരോ സാധനങ്ങളും മാറ്റി ചെയ്ത് ഒരേ കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയിച്ചും മറിച്ചും എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുന്ന പരിപാടിക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ആ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 1st, 2nd, 3rd, 4th, 5th, 6th എല്ലാം വരുന്നത്. അതിൽ പിന്നെയും കുറച്ച് പഠിക്കാനുണ്ടാവുക 5-6 മൊഡ്യൂളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് വെറുതെ ഗ്യാസ് മാത്രം അടിച്ചു വിടാൻ പറ്റാത്ത അവസ്ഥ വരിക 5 and 6 മൊഡ്യൂൾസ് ആണ്. ബാക്കി 1 തൊട്ട് 4ാമത്തെ മൊഡ്യൂൾ വരെ ഇതേപോലെ ഒരേ കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മൊഡ്യൂൾ പഠിക്കുന്ന എഫക്റ്റേ ഉള്ളൂ. കാരണം ഒന്നിൻ്റെ അകത്ത് തന്നെ കിട്ടുന്ന അറിവ് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ അകത്തും പയറ്റി നോക്കാൻ പറ്റും.
നമുക്ക് ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതേ കാര്യം തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞുകൊടുത്തില്ല. നമുക്ക് അറ്റൻഡൻസിലേക്ക് കിടക്കാം.